நான் பட்ட கஷ்டத்துக்கு என்னை கொண்டு வந்து இந்த இடத்துல வச்சிருக்குண்டா. இதை விட எனக்கு மரியாதை எங்கேயுமே கிடைக்காதுங்க. அந்த ஊருக்குள்ள ஃபஸ்ட்டு திருப்பூர் சுப்பிரமணியன் அந்த தேட்டருக்குள்ள நுழைஞ்சதுலேருந்து எனக்கு அப்படியே பார்க்குறேன், இந்த இடம் தானே நடந்திருக்கும், நடக்காத இடம் இல்லை. இன்னைக்கு வந்து அங்கிருந்து സൂരി ഒരു സിനിമാ കുടുംബത്തിൽ നിന്നല്ല വരുന്നത്. മധുരയിലാണ് ജനനം. അതും സാധാരണക്കാരിൽ സാധാരണക്കാരനായി. സിനിമാ സ്വപ്നങ്ങളോടെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ചെന്നൈയിലേക്കുള്ള പ്രവേശനം. കയ്യിൽ ഒന്നുമില്ലാതെ, ആകെ ഉണ്ടായിരുന്ന കൈമുതൽ മനസ്സിലെ പ്രതീക്ഷ മാത്രം. ആദ്യകാലങ്ങളിൽ സിനിമാ സെറ്റുകളിൽ വൃത്തിയാക്കൽ, ലൈറ്റ് ബോയ് ജോലികൾ തുടങ്ങിയവ ചെയ്തത് സിനിമയ്ക്കടുത്ത് നിലനിൽക്കാൻ വേണ്ടി മാത്രമായിരുന്നു. ഒരവസരം കിട്ടാൻ അദ്ദേഹത്തിന് 10 വർഷത്തോളം കാത്തിരിക്കേണ്ടി വന്നു. 2009 പുറത്തിറങ്ങിയ വെണ്ണില കബഡിക്കുഴു എന്ന ചിത്രത്തിലൂടെ അദ്ദേഹത്തിന് വലിയൊരു ബ്രേക്കാണ് കിട്ടിയത്. ആ പ്രസിദ്ധമായ പൊറോട്ട സീൻ നിങ്ങൾക്ക് ഓർത്തെടുക്കാൻ സാധിക്കുന്നുണ്ടോ? അത് കണ്ട ശേഷം ആ സിനിമ കണ്ട എല്ലാവരും അദ്ദേഹത്തെ ഒരു പേരിട്ട് വിളിച്ചു, പൊറോട്ട സൂരി. അദ്ദേഹം പിന്നീട് ശിവകാർത്തികേയൻ, ധനുഷ്, വിജയ്, അജിത്, കാർത്തി തുടങ്ങിയ പ്രമുഖ താരങ്ങളോടൊപ്പം കോമഡി അഭിനേതാവായി തിളങ്ങി. അന്നത്തെ കാലത്ത് ഒരിക്കലും ഒഴിച്ചുകൂടാനാവാത്ത ഒരു അഭിനേതാവായിരുന്നു സൂരി. പക്ഷേ ആ തമാശകളുടെയൊക്കെ പിന്നിൽ ഒരു ദീർഘ നിശബ്ദതയുണ്ടായിരുന്നു. സൂരിക്ക് വലിയൊരു ആഗ്രഹമുണ്ടായിരുന്നു, ഒരു ദിവസം താൻ കേന്ദ്ര കഥാപാത്രമായി ഒരു സിനിമ വരണമെന്ന്. ഒടുവിലത് സംഭവിച്ചു. വെട്രിമാരൻ സംവിധാനം ചെയ്ത വിടുതലയിൽ സൂരി നായകനായി. പലതരത്തിലുള്ള സാമൂഹിക വ്യവസ്ഥിതികളെയും ചോദ്യം ചെയ്യുന്ന ഈ സിനിമ വളരെയധികം പ്രേക്ഷക പ്രീതി നേടിയിരുന്നു. തുടർച്ചയായി വന്ന വിടുതലൈ 2ഉം വളരെ മികച്ച ഒരു സിനിമ തന്നെയായിരുന്നു. അതിനുശേഷമാണ് ഇനി താൻ കോമഡി വേഷങ്ങൾ ചെയ്യുന്നില്ല എന്ന് അദ്ദേഹം തീരുമാനിക്കുന്നത്. ഈ 2 ചിത്രങ്ങളിലെയും സൂരി അവതരിപ്പിച്ച കുമരേശൻ എന്ന കഥാപാത്രത്തെ പ്രേക്ഷകർ ഒന്നടങ്കം ഏറ്റെടുക്കുകയും ചെയ്തു. മാമൻ എന്ന തൻ്റെ പുതിയ ചിത്രത്തിൻ്റെ പ്രസ് മീറ്റിൽ മാധ്യമപ്രവർത്തകരുടെ മുന്നിൽ സൂരി കണ്ണീരോടെയായിരുന്നു സംസാരിച്ചത്. അദ്ദേഹം പറഞ്ഞത്, ഇവിടെ വരാൻ എനിക്ക് അത്രയേറെ ദുഃഖവും നാണവും സഹിക്കേണ്ടി വന്നിരുന്നു. എനിക്കൊരിക്കലും ഈ അവസരം ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നതല്ല. ഞാൻ അനുഭവിച്ച കഷ്ടപ്പാടുകൾക്കെല്ലാം ഇപ്പോഴാണ് ഫലമുണ്ടാകുന്നത്. ഒരുപാട് മനുഷ്യർ എന്നോടൊപ്പം നിന്ന് ധൈര്യമായിട്ട് മുന്നോട്ട് പോകും, നിൻ്റെ കൂടെ ഞങ്ങളുണ്ട് എല്ലാ കാലത്തും എന്ന് പറയുന്നൊരു പ്രതീതിയാണ് ഇന്ന് ഇവിടെ ഈ സ്റ്റേജിൽ നിൽക്കുമ്പോൾ എനിക്ക് തോന്നുന്നത്. എല്ലാവർക്കും ഒരുപാട് നന്ദി. അതൊരു നന്ദി പറയൽ പ്രസംഗം മാത്രമായിരുന്നില്ല. ഒരു സാധാരണ മനുഷ്യൻ ഒടുവിൽ സമൂഹത്തിൽ അംഗീകരിക്കപ്പെടുന്നതിൻ്റെ നേർക്കാഴ്ചയായിരുന്നു. ഇപ്പോൾ ചിലപ്പോൾ നിങ്ങൾ ഒറ്റയ്ക്കായിരിക്കാം, അവഗണിക്കപ്പെട്ടവരായിരിക്കാം. ചിലപ്പോഴൊക്കെ ലോകം നിങ്ങളെ ഗൗരവത്തോടെ കാണുന്നില്ലെന്ന് തോന്നലുണ്ടായേക്കാം. സൂര്യയുടെ കഥ ഓർക്കുക. ഒരു ദിവസം നിങ്ങളുടെ ജീവിതം നിങ്ങൾ ആഗ്രഹിച്ച ദിശയിലേക്ക് തിരിഞ്ഞു വരും. നിങ്ങൾ കരുതാത്ത വിധത്തിൽ നിങ്ങളുടെ കഴിവ് മുഴുവനായി ലോകം കാണും.